ബീഹാറിലെ NDA സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ NDA സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ ഡൽഹിയിലും പാറ്റ്നയിലും ഇന്നും ഉന്നതതല ചർച്ചകൾ നടക്കും. പാർട്ടിയുടെ MLA-മാരുടെയും MP-മാരുടെയും യോഗം നാളെ നിതീഷ് കുമാർ വിളിച്ചു ചേർത്തു. ദില്ലിയിൽ നിന്നും ബാലഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, നിതീഷ് കുമാറിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പലതവണ മറുകണ്ഠം ചാടിയ ഒരാളെന്നുള്ള നിലയിൽ എന്തൊക്കെയായിരിക്കും ഇനി രാഷ്ട്രീയത്തിന് മുന്നോട്ടുള്ള ഒരു പോക്ക്? തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിലും പട്നയിലും ഈ ബീഹാറിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ന് RJDയുടെയും കോൺഗ്രസിന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ പട്നയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനു പുറമെ നിതീഷ് കുമാർ തന്റെ MLA-മാരുടെയും JDUവിന്റെ MLA-മാരുടെയും MP-മാരുടെയും യോഗം നാളെ പട്നയിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് ഔദ്യോഗികമായി ഗവർണർക്ക് കൈമാറുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് അദ്ദേഹത്തിന്റെ പുതിയ മന്ത്രിസഭ നാളെയോ മറ്റന്നാളോ പട്നയിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കാനാണ് സാധ്യത. പക്ഷേ കോൺഗ്രസും RJDയും ഇതുവരെയും ഈ സംഭവം, അതായത് ഇത് പൂർണ്ണമായും നിതീഷിൽ വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. ഈ ക്യാമ്പിലും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്നത് 122 MLA-മാരുടെ പിന്തുണയാണ്. നിലവിൽ NDAക്കൊപ്പം നിതീഷ് കുമാർ പോയാൽ NDAയുടെ ആകെ ആൾക്കാരുടെ, അതായത് ആകെ MLA-മാരുടെ എണ്ണം 128 മാത്രമേ ആകുകയുള്ളൂ. അത് വളരെ ഒരു സ്റ്റേബിളായ ഒരു സർക്കാർ ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ 10 MLA-മാരെ BJPയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രതിരോധിക്കുന്നതിനുള്ള ഒരു തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതിന് കൂടിയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് പട്നയിൽ